ക്ലയൻസിനെ കക്ഷികളെ പിരികേറ്റുന്ന ഒരു വക്കീലെ ഞാൻ അങ്ങനെ പ്രൊഫഷണൽ എത്തിക്സ് പാലിക്കുന്ന ഒരാളാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ പ്രൊഫഷണൽ എത്തിക്സ് ഫോളോ ചെയ്ത് ബാർ കൗൺസിലിന്റെ പ്രൊഫഷണൽ എത്തിക്സ് ഫോളോ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ലോയേഴ്സ് ആണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കൂ. അതൊന്നല്ല എനിക്ക് പ്രശ്നം. നമ്മൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെൽഫെയർ കോർട്ടാണ്, ഫാമിലി കോടതി, ക്രിമിനൽ കോടതിയല്ല. നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കൂ. നിങ്ങൾ ഈ ടിവിയിൽ കാണുന്നല്ല കോടതി, ആദ്യം അത് മനസ്സിലാക്കൂ. ഈ ഫാമിലി കോടതി എന്ന് വെച്ചാൽ വെൽഫെയർ കോർട്ടാണ്. അവിടെ എല്ലാവർക്കും പ്രാതിനിധ്യമുണ്ട്. കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ റൂമുകളുണ്ട്, സ്പെഷ്യൽ കൗൺസിലിംഗ് റൂമുകളുണ്ട്, മീഡിയേറ്റേഴ്സ് ഉണ്ട്. അവിടെ വലിയ വാദപ്രതിവാദങ്ങളൊന്നും നടക്കുന്നില്ല. അവിടെ 2-3 കേസുകളാണ് കൂടുതൽ നടക്കുന്നത്. എന്ത്? ഡൈവോഴ്സ്, കുട്ടികളുടെ കസ്റ്റഡി, പിന്നെ സ്വത്തുമായിട്ടുള്ള തർക്കം. അപ്പൊ ഒരു വെൽഫെയർ കോർട്ടാണ്. ഈ വെൽഫെയർ കോർട്ടിൽ വാദപ്രതിവാദം ഒന്നും വക്കീലന്മാർ ചെയ്യണ്ട. എന്താ ചെയ്യുന്നത്? ആ കണ്ടസ്റ്റഡ് ഡൈവോഴ്സ് ആണെങ്കിൽ എന്തുകൊണ്ടാണ്, എന്ത് ഗ്രൗണ്ടിലാണ്, ഇപ്പൊ ക്രൂവൽറ്റി ഉണ്ട്, മറ്റേ അഡൾട്ടറി ഉണ്ട്, ഇതൊക്കെയാണ് കൊടുക്കുക. അത് തെളിയിച്ചു കഴിഞ്ഞാൽ കോടതി എന്ത് ചെയ്യും? അനുവദിച്ചു തരും. ഇപ്പോൾ അത് അല്ലാതെ വാദപ്രതിവാദം നടത്തി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ കുട്ടികളുടെ കസ്റ്റഡി ടെൻഡർ ഏജിന് താഴെയുള്ളത്, അതായത് 10 വയസ്സിന് താഴെയാണ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് കുട്ടീനെ ആവശ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ട്. അതായത് അമ്മയ്ക്ക് മാത്രമല്ല കുട്ടീനെ കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഈ വെൽഫെയർ കോർട്ടാണ് ഫാമിലി കോടതി. അവിടെ വലിയ വാദപ്രതിവാദങ്ങളോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫാക്ട് അവതരിപ്പിക്കുക, എന്താണെന്നുള്ള അവതരിപ്പിച്ച് സിവിൽ നേച്ചറുള്ള കാര്യമാണ്. പക്ഷെ ഇതിൽ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഫയാസ് പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ ആഡ് ചെയ്യാണ്. ഈ സിവിൽ നേച്ചറുള്ള കേസുകളെ ചില കേസുകൾ വരുമ്പോൾ ക്രിമിനൽ നേച്ചറായിട്ട് മാറുന്നു. അതായത് അവിടെ പ്രഷർ. അപ്പൊ ഞാൻ ഡൈവോഴ്സ് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ പേരിൽ 498A ഫയൽ ചെയ്യും. ഞാൻ ഡൈവോഴ്സ് കൊടുത്തില്ലെങ്കിൽ, കുട്ടികളുടെ കസ്റ്റഡി കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ പേരിൽ DV ആക്ട് പ്രകാരം മെയിൻ്റനൻസ്, ഡൊമസ്റ്റിക്, പല കാര്യങ്ങളുണ്ട്. ഞാൻ അനുഭവിച്ച ഒരു കാര്യം പറയാം. എൻ്റെ ഒരു ക്ലയൻറ്റ് ഗൾഫിലാണ്. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ 5 ദിവസം കിട്ടി. 5 ദിവസം കാണാൻ അനുസരണം കിട്ടി. അപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയോ? ആ കുട്ടിയുടെ അച്ഛൻ്റെ പേരിൽ പോക്സോ കേസ് ഫയൽ ചെയ്തു. പോക്സോ കേസ് കൊഗ്നിസബിൾ ആയതുകൊണ്ട് എന്ത് ചെയ്തു? പോലീസ് കേസ് എടുത്തു. തിരിച്ച് ഞങ്ങൾ കോടതിയിൽ, ഫാമിലി കോടതി വന്നപ്പോൾ ജഡ്ജി പറഞ്ഞു ജഡ്ജിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു പോക്സോ കേസ് നിലനിൽക്കുമ്പോൾ വിക്ടിമിനെ പ്രതിയുടെ കൂടെ വിടാൻ പറ്റില്ല. അപ്പൊ അച്ഛന് കാണാൻ പറ്റിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള കള്ള കേസുകളും നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നെറേറ്റീവ് എന്തായിരിക്കും? ഇതിനൊരു സൊല്യൂഷനാണ് വേണ്ടത്, നമ്മൾ തർക്കമല്ല വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ ഹാർമോണിയൽ അപ്രോച്ചിലൂടെ നമ്മൾ ഇതിനെ ഡിവോഴ്സ് കേസുകൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന അഡ്വക്കേറ്റ്സ് ആണ്. എനിക്കറിയില്ല, അങ്ങനെ ഉണ്ടാവാം. കാരണം ഒരു സാധാരണ രീതിയിൽ നമ്മൾക്ക് ഒരു ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ച് പോകാൻ സാധിക്കാത്ത ഒരു തരത്തിൽ നമ്മൾക്ക് ഒരു മ്യൂച്വൽ ഒരു ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോടതി അംഗീകരിക്കില്ല എന്ന കാരണം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഗാർഹിക പീഡനം എന്ന് പറഞ്ഞിട്ടുള്ള സകല വകുപ്പുകളും ഒരു സ്ത്രീയെ കൊണ്ട് എഴുതിപ്പിച്ച് വെക്കുന്ന വക്കീലന്മാരാണ്. അങ്ങനെ ആ പൈസ കൂടി വാങ്ങി വക്കീലിന്റെ ഫീസിന്റെ ഇനത്തിലാണ് വരുന്നത്. ആ തരത്തിലാണ് അങ്ങനെ ചൂഷണം ചെയ്യുന്ന അതിലൊന്ന് വക്കീലാണെന്നേ ഉള്ളൂ. മ്യൂച്വൽ ഡിവോഴ്സിന് പോവാണെങ്കിൽ മിനിമം എത്ര സമയം? 1 മാസം മതി. ഇപ്പൊ 1 മാസം മതി. കാരണം കൂളിംഗ് പീരീഡ് വേവ് ഓഫ് ചെയ്യാം. പണ്ട് 1 വർഷം കാത്തിരിക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോ 6 മന്ത് പീരീഡ് വേവ് ഓഫ് ചെയ്യാം. വേവ് ഓഫ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് നടക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.